എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് 10th പ്രിലിമിന്റെ ഫൈനൽ ആൻസർ കീ വെച്ചിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത്? മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. കേരള പോലീസിന്റെ ആസ്ഥാനം തൃശ്ശൂറാണ്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരിക? മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം എന്നുള്ളതും പോലീസ് സേനയുടെ മേധാവിയാണ് DGP എന്നുള്ളതും എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ 2021 മുതലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും, മലയാളത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് രൂപേണ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഹരിശ്രീ PSC എന്നുള്ളതിന്റെ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അതെല്ലാം നോക്കി പഠിക്കുക. ഒരു 160ഓളം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളുടെ അതിലുള്ളത്. അപ്പൊ അതെല്ലാം നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ കിട്ടും. മാത്സ് വേണമെങ്കിൽ നിങ്ങൾ ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ 2007 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സോൾഡ് ഔട്ട് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ബക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, തെഹ്രി ഡാം കൃഷ്ണ, സർദാർ സരോവർ നർമ്മദ. ആൻസർ C ആണ്. അതായത് ബക്രാനങ്കൽ സത്ലജ് എന്നുള്ളതും പിന്നെ ഹിരാക്കുഡ് മഹാനദി എന്നുള്ളതും സർദാർ സരോവർ നർമ്മദ എന്നുള്ളതുമാണ് ശരിയായ ജോഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. ആൻസർ A ആണ്. 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിഭായ് ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. ആൻസർ എന്താണ് വരിക? 1, 2, 3 ആണ് കേട്ടോ ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റായിയുടെ രചനകളിൽ പെടാത്തത് ഏത്? പ്രീസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഹ്ഫത്തുൽ മുവഹിദ്ദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്, സതിഹിത ബോധിനി. ആൻസർ D ആണ്. സതിഹിത ബോധിനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രചനകളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് സതിഹിത ബോധിനി എന്ന് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. കേരള മീഡിയ അക്കാദമി തൃശൂർ, ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ, കേരള ലളിതകലാ അക്കാദമി കാക്കനാട്. ഏതാണ് ശരിയായിട്ടുള്ളത്? ആൻസർ A ആണ്. അതായത് ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം എന്നുള്ളതും കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ എന്നുള്ളതുമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള ലളിതകലാ അക്കാദമി തൃശ്ശൂർ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലിം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. നെക്സ്റ്റ്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. ആൻസർ D ആണ്. എല്ലാം ശരിയാണ് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ജനീവ, നാറ്റോ ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇന്റർപോൾ ലിയോൺ.
ആൻസർ എ ആണ്, ഒന്ന് മാത്രമാണ് തെറ്റായ ജോഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരെ? ആൻസർ സി, അബ്ദുൽ കലാം ആസാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്? ആൻസർ ഡി, നമച്ച ബർവ. നെക്സ്റ്റ്, കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ്? ആൻസർ സി, കരീവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം? ആൻസർ സി, റാറ്റ് ഹോൾ മൈനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ്? ആൻസർ ഡി, ടൈറ്റാനിയം ഓക്സൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ്? ആൻസർ ഡി, ഓക്സ്ബോ തടാകങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ആൻസർ ഡി, ഉത്തർപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്? ആൻസർ എ, കസാൻ, റഷ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ സി, പഞ്ചസാര വ്യവസായം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് പറയാം, അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആൻസർ എ, ആഗോള സുസ്ഥിര വികസനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആൻസർ ബി, 70 വയസ്സിന് മുകളിലെ എല്ലാവരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം? ആൻസർ സി, 2010. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? ആൻസർ എ, കേരളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ഫ്യൂഡൽ നികുതി നൽകുക, നികുതി നൽകാതിരിക്കുക. ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ബി ആണ്, ഫ്യൂഡൽ നികുതി നൽകുക എന്നുള്ളതാണ് ബന്ധമില്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ആൻസർ ഡി, നവമഞ്ചരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹരപ്പൻ പ്രദേശം ഏതാണ്? ആൻസർ സി, ധോളവിര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു, ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു, 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ആൻസർ ബി ആണ്, ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു എന്നാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? ആൻസർ എ, സുബ്രഹ്മണ്യ ഭാരതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാരെ? ആൻസർ ഡി, ഇ വി രാമസ്വാമി നായ്ക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം? ആൻസർ ബി, തെലുങ്കാന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരും പടി ചേർക്കുക. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. എങ്ങനെയാണ് ചേരുംപടി ചേർക്കേണ്ടത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നുള്ളത് 19 മുതൽ 22 വരെ, അതായത് 1 ഡി ആണ്. പിന്നെ സമത്വത്തിനുള്ള അവകാശം എന്താണ്? 14 മുതൽ 18 വയസ്സ് വരെയുള്ള വകുപ്പുകൾ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നുള്ളത് എന്താണ്? 25 മുതൽ 28 വരെയുള്ള വകുപ്പുകൾ.
ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെയുള്ള വകുപ്പുകൾ. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരെ? ഇതൊക്കെ കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് ആയി പറഞ്ഞതാണ്. പിങ്കളി വെങ്കയ്യ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ആൻസർ ഡി ആണ് ഇവയെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ എ രാഷ്ട്രപതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. ആൻസർ സി ആണ്. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ആൻസർ എ ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്? ഇതൊക്കെ കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ് കേട്ടോ. സുകുമാർ സെൻ. ഈ ഭാഷാടിസ്ഥാനത്തിലും കുറെ ക്വസ്റ്റ്യൻസ് ഇതിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് ആയി പറഞ്ഞതിൽ കുറെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാ മോക്ക് ടെസ്റ്റും നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ടാവണം. അന്യമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ആൻസർ എ ഹേബിയസ് കോർപ്പസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഇതൊക്കെ കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ആനന്ദമഠം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. ആൻസർ ഡി ആണ് ഇവയെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? വേമ്പനാട്ടുകായൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം? ആൻസർ ബി ബുദ്ധമയൂരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ആൻസർ എ കബനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം? ആൻസർ ഡി PR ശ്രീജേഷ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമേത്? ആൻസർ സി വരയാട്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ആൻസർ സി രാമനാട്ടം. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി? ആൻസർ ഡി മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ആൻസർ എ ചിങ്ങം 1. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമേത്? ആൻസർ ബി നാഫ്ത. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം? ആൻസർ ബി നീണ്ടകര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത്. കലാപത്തെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി ആയിരുന്നു. ആൻസർ എന്താണ്? ആൻസർ സി ആണ്. അതായത് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന?
ആൻസർ എ നിഹോൺ ഹിൻഡോക്യോ ഹിഡാൻക്യോ നിഹോൺ ഹിഡാൻക്യോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി. ആൻസർ ബി കാരിച്ചാൽ ചുണ്ടൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? വായിച്ചു നോക്കുക. ഇതിൽ ശരിയായ ജോഡി പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 പ്രഥമ ഖോ ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം. ആൻസർ എ ഇന്ത്യ. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം. ഇതൊക്കെ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി. ആൻസർ ഡി അക്കമ്മ ചെറിയാൻ. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? ആൻസർ എ കീഴരിയൂർ ബോംബ് കേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കുവാനുള്ള കേരള പോലീസ് പദ്ധതി. ആൻസർ ബി കൂട്ട്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ആൻസർ ഡി ശ്രീനാരായണ ഗുരു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ആൻസർ എ ഓവ്യൂൾ വിത്താകുന്നു. എക്സിറ്റ് കൺസർവേഷന് ഉദാഹരണം ഏത്? ആൻസർ സി ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ആൻസർ ഡി ഗോൾജി കോംപ്ലക്സ്. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. ആൻസർ ബി ഗ്ലോബുലിൻ. താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ആൻസർ ബി ലിപ്പേസ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. എല്ലാം വായിച്ചു നോക്കുക. തെറ്റായത് വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ എന്നിവയ്ക്കു കാരണം ബാക്ടീരിയയാണ്. ആൻസർ എ ആണ്. എന്താണ്? 1, 2 ശരിയും ഇത് രണ്ടും ശരിയും മറ്റു രണ്ടെണ്ണം തെറ്റുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യൂണിക്കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ബി മുയൽ വളർത്തൽ. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏത്? ഇതൊക്കെ ചോദിച്ചുള്ളതാണ് കേട്ടോ. തെന്നി നീങ്ങുന്ന സന്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 2 നെഫ്രോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. പേശികോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണപ്പെടുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. 2 പേശികോശങ്ങൾക്കിടയിൽ കാണുന്നു. ആൻസർ ബി ആണ്. അതായത് പേശികോശത്തിനും ന്യൂറോണിനും ഇടയിൽ 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത്? ആൻസർ സി ഫ്ലൂറിൻ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ. ആൻസർ ബി അൽനിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തെർമോ പ്ലാസ്റ്റിക് അല്ലാത്തത് ഏത്? ആൻസർ സി ബേക്ക്ലൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ. ആൻസർ എ ഏണസ്റ്റ് റൂദർഫോർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക്. ആൻസർ ഡി ത്വരണം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബലത്തിന്റെ യൂണിറ്റ് ഏത്? ആൻസർ ബി ന്യൂട്ടൺ. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ആൻസർ ബി ഗതികോർജം. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? ആൻസർ സി ആറ്റോമിക് റിയാക്ടറുകൾ. കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ആൻസർ എ അൾട്രാസോണിക്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മാത്സ് ക്വസ്റ്റ്യൻസ് ഹരിശ്രീ ലേണിംഗ് ഇസ് ഫൺ എന്നുള്ളതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.